ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പാർട്ട് 1 വീഡിയോ ചെയ്തിരുന്നു. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പാർട്ട് 2 കടക്കാം. അപ്പോൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്ററുകളായിരുന്നു പറഞ്ഞിരുന്നത്. ദെൻ അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമുക്ക് മെയിനായിട്ടുള്ളത് പേജ് നമ്പർ 81 എടുത്തേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണിത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒന്നാമത്തെ ചോദ്യം 81 കേട്ടോ, 81 പേജ് നമ്പർ 81. ഒന്നാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടാമത്തെ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്, മൂന്നാമത്തെ ചോദ്യം അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് സമാന്തര ശ്രേണിയുമായിട്ട് അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. മറ്റൊരു പാഠവുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. വരുവാൻ കുറച്ച് കൂടുതൽ സാധ്യതകൾ അതിനുണ്ട്. ദെൻ അടുത്ത പേജ് എന്ന് പറയുന്നത് നമുക്ക് 86ാമത്തെ പേജിലേക്ക് പോകാം. ഇതിനിടയിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊന്നും ഇല്ല എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനമാണ്. 86ാമത്തെ പേജിൽ ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, രണ്ടും ഒരേ ടൈപ്പ് ചോദ്യങ്ങളതാണ്. ദെൻ 3, അതുപോലെ തന്നെ 4, 3ഉം 4ഉം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചെയ്ത് നോക്കണം. ആ ടൈപ്പിലൊരു ചോദ്യം വരുവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്ന് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത പേജ് എന്ന് പറയുന്നത് 91ലാണ്, പേജ് നമ്പർ 91ലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം കിടക്കുന്നത്. 91ാമത്തെ പേജിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, വരുവാൻ സാധ്യതകൾ ഉണ്ട്. ഓക്കെ, വരുവാൻ സാധ്യത ഉണ്ട്. മോഡൽ എക്സാമിന് വരാം, അതല്ലെങ്കിൽ ഫൈനൽ എക്സാമിന് വരാം. എന്തായാലും സാധ്യത കൂടുതലുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചെയ്ത് നോക്കണം. ദെൻ പിന്നെ അടുത്തത് വരുന്നത് പേജ് നമ്പർ 97ലേക്ക് നമുക്ക് പോകാം. 97 പേജ് നമ്പർ 97. ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും -b ± √b² - 4ac/2a സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യം ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് 97ലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 1 വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പാഠത്തിൽ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ഉള്ള സാറേന്നല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഒന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം 1ഉം 2ഉം ഓക്കെ നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് ചെയ്യാനുള്ളത്. ദെൻ അടുത്ത ഒരു പാഠത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയാണ്, ത്രികോണമിതിയിൽ പേജ് നമ്പർ 103 നേരെ പോകാം. നമുക്ക് പേജ് നമ്പർ 103 എടുക്കാം. 103 രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ, ചോദിക്കാറൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്തായാലും ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ 30, 60, 90 എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ സൈഡുകൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ, 45, 45, 90, 45, 45, 90 എന്ന് പറയുന്ന ട്രയാങ്കിൾസിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ നോക്കി വയ്ക്കണം. ദെൻ പേജ് നമ്പർ ഇത് നോക്കുക. 104ാമത്തേൽ ഒരു ചോദ്യമുണ്ട്, ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഈ ടൈപ്പ് ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചോദ്യം നോക്കണം. ദെൻ ഈ പേജിൽ ഇവിടെ കിടക്കുന്ന sin 45, cos 45, cos 30 എന്നൊക്കെ പറയുന്ന ഈ വിലകൾ ഒരിക്കലും പരീക്ഷയ്ക്ക് ഡയറക്റ്റ് തരാൻ സാധ്യത വളരെ കുറവാണ്. ഈ സാധനം കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക, ട്രയാങ്കിൾസ് വരച്ചിട്ട്, നിങ്ങൾക്ക് അറിയാം ട്രയാങ്കിൾ 45, 45, 90 എന്നുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ, അതേപോലെ 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിൾസ് വരയ്ക്കാം. ട്രയാങ്കിൾസ് വരച്ചിട്ട് സൈൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം, അത് ഉപയോഗിച്ച് നമുക്ക് sin 45 എന്ന് പറഞ്ഞ് 1/√2 എന്നും, sin 60 എന്ന് പറഞ്ഞ് √3/2 എന്നും, sin 30 എന്ന് പറഞ്ഞ് 1/2 എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക. ദെൻ പേജ് നമ്പർ 109 വന്നു കഴിഞ്ഞാൽ, 109 വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം നോക്കുക. ഓക്കെ, ഒന്ന് റോംബസ് ആണ്, ഒന്ന് പാരലലോഗ്രാമാണ്. ഇത് സമഭുജ സാമാന്തരികവും ഒന്ന് സാമാന്തരികത്തിൻ്റെയും പരപ്പളവാണ്. ഒന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പേജ് നമ്പർ 114ലേക്കാണ്. 114 ക്വസ്റ്റ്യൻ നമ്പർ 1 and 3, 1ഉം 3ഉം
ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, ഉറപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളിലൊന്നാണ് 1ഉം 2ഉം. അല്ലെങ്കിൽ എന്താണ് അഞ്ചാമത്തെ ചോദ്യം, അതായത് 140 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 180 മൈനസ് ആ ഡിഗ്രി, തന്നിരിക്കുന്ന ഡിഗ്രിയാണ്, അത് ഉപയോഗിച്ച് ചെയ്യാൻ ഒരു പക്ഷേ ചോദിച്ചേക്കാം. എന്നാലും 1ഉം 3നുമാണ് കൂടുതൽ സാധ്യതകൾ. ദെൻ അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പേജ് നമ്പർ 117 ഒന്നാമത്തെ ചോദ്യം നോക്കുക. കഴിഞ്ഞ വർഷം അങ്ങനത്തെ ചോദ്യം ചോദിച്ചിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കണം. രണ്ടാമത്തെ വളരെ സിമ്പിളാണ്. ദെൻ നമുക്ക് ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, മേൽക്കോണും കീഴ്ക്കോണൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഒന്ന് ഇതാണ് 119 പേജിൽ ഒരു ചോദ്യം നോക്കി വയ്ക്കുക. എ മാൻ സ്റ്റാൻഡിങ് 10 meters away ഫ്രം ദ ഫുട്ട് ഓഫ് എ ട്രീ. റഫ് ഫിഗറുകൾ വരയ്ക്കാൻ എപ്പോഴും അറിയണം. റഫ് ഫിഗർ വരയ്ക്കണം. ദെൻ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ എഴുതണം. ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്യാൻ കാരണം ഇത് ഡയറക്റ്റായിട്ട് പല പ്രാവശ്യം ഈ ചോദ്യങ്ങൾ, ഇതാ രണ്ടാമത്തെ ചോദ്യം 119 പേജിൽ അവസാനം കിടപ്പുണ്ട്. ഇതങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം അങ്ങനെ തന്നെ മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഈ ചോദ്യവും ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം ഫൈനൽ എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ഒന്ന് വെട്ടിപ്പായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ 3 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അത്യാവശ്യം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവസാനത്തെ പേജിലേക്ക് വന്നാൽ, അതായത് 122 പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ട്രയലായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ കാറ്റഗറിയിൽ ഒരുപക്ഷെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദെൻ ബാക്കി ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ബാക്കി ചോദ്യങ്ങൾ നിങ്ങളുടെ സമയം പോലെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കേണ്ടതുണ്ട്. ദെൻ അടുത്ത പാഠം എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന പാഠം കൂടി നോക്കാം. കാരണം വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കതിനകത്ത് പഠിക്കാനുള്ളൂ. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ കോർഡിനേറ്റ്സിലുള്ള ചോദ്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടി നോക്കണം. നമുക്ക് ആദ്യം പേജ് നമ്പർ 134 പോകാം. ഓക്കെ, ഒരുപാട് പേജ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നേരം 134 ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അതിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, എക്സ് അക്ഷത്തിൽ വൈ സൂചകങ്ങൾ 0 ആയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ച കണ്ടീഷൻസാണ്. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, പ്രസ്താവനകൾ, അത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരമാണ് അതിലുള്ളത്. അപ്പോൾ അത് ഒന്നാമത്തെ ചോദ്യം എന്തായാലും നോക്കി വയ്ക്കുക. ദെൻ ബാക്കിയെല്ലാം തന്നെ പേജ് നമ്പർ 135 വന്ന 2 വളരെ സിമ്പിളാണ്. 3 ഇത് ഈ 2ലോ 3ലോ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ പോലത്തെ ഒരെണ്ണം എന്തായാലും ഒരു 99% നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതേപോലെ നാലാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ത്രികോണമിതിയുമായിട്ട് ബന്ധപ്പെടുത്തി, ട്രിഗ്നോമെട്രി ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ളൊരു ചോദ്യമായതുകൊണ്ട് തന്നെ അതിന് ഒന്ന് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഇന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വീണ്ടും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ ആറാമത്തെ ചോദ്യം 136 പേജിലെ ആറാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ട്രിഗ്നോമെട്രി ആയിട്ട്, ത്രികോണമിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതും പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾ ഉറപ്പുവരുത്തുക. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ദെൻ അടുത്ത പേജ് നമ്പർ 139 വന്നാൽ ഒന്നാമത്തെ ചോദ്യം, അതിൽ ഏതെങ്കിലും ഒരു 2 ഫിഗർ ചെയ്ത് നോക്കുക. ഒരെണ്ണം ചെയ്താലും മതി അല്ലേ. കുത്തനെ വന്നു കഴിയുമ്പോൾ എക്സിന് മാറ്റം ഉണ്ടാവില്ല, ഇങ്ങനെ പോകുമ്പോൾ വൈ കോർഡിനേറ്റിന് മാറ്റം ഉണ്ടാവില്ല എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു 2 ചെയ്ത് നോക്കുക. ആക്സിസ് വരയ്ക്കാതെ, അക്ഷങ്ങൾ വരയ്ക്കാതെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ടോപ്പ് ആണോ ബോട്ടം ആണോ എന്ന് കണ്ടുപിടിച്ച് മറ്റ് 2 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഒരിടയ്ക്ക് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അങ്ങനെ കണ്ടില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ചെയ്ത് നോക്കണം എന്നല്ല, ചെയ്ത് പഠിക്കണം. ദെൻ അടുത്ത പേജിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ പേജിലേക്ക് പോകാം. 146 പേജിൽ ഒന്നാമത്തെ ചോദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, മട്ടത്രികോണമാണെന്ന് തെളിയിക്കാൻ. അതേപോലെ ഐസോസെലസ് ചോദിക്കാം, ഇക്വിലാറ്ററൽ ചോദിക്കാം, സമപാർശ്വം ചോദിക്കാം, സമഭുജം ചോദിക്കാം, ഇതൊരു ചതുരമാണ് ഇല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്, റോംബസ് ആണ്, പാരലലോഗ്രാമാണ്, അങ്ങനെ ഏത് രീതി വേണമെങ്കിലും, അതായത് സമഭുജ സാമാന്തരികമാണെന്നൊക്കെ
രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം, അകലം. √(x1 - x2) + y1 - y2). ദെൻ വേറെ കണ്ടീഷൻ ഉണ്ട്, ഒറിജിനിൽ നിന്നുള്ള ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം √(x² + y²). എക്സ് കോർഡിനേറ്റ് തുല്യമാണെങ്കിൽ നമുക്ക് y1 - y2 എന്ന് തുടങ്ങിയിട്ടുള്ള ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ദെൻ മൂന്നാമത്തെ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം. ഞാനിതെല്ലാം ചെയ്യണമെന്നേ പറയുള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് തൊട്ട് തലേ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയോട് അടുപ്പിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം കൂടി ചെയ്ത് നോക്കാൻ നമുക്ക് വീണ്ടും ഒരു 10 മാസം കൂടി വേണ്ടി വരും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ പാഠങ്ങളാണ്, ഇപ്പോൾ നമ്മൾ 3 പാഠങ്ങളാണ് ഇതിന് ഉൾപ്പെടുത്തിയിരുന്നത്. ആദ്യത്തെ വീഡിയോയിൽ 3 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട സമയം എന്ന് പറയുന്നത് കുറച്ച് അധികം സമയം തരെയാണ്. 1.5 മണിക്കൂർ, 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ. ഓക്കെ, 1 മണിക്കൂർ മുതൽ 1 മണിക്കൂർ തൊട്ട് 1 അവർ, 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ നിങ്ങൾക്ക് സമയമെടുക്കാം. കാരണം ചില ചോദ്യങ്ങളെ കുറച്ച് ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും സമയം തരുന്നത്. ബട്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളത് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതൽ കിട്ടും. ഇതിനും ഇടയ്ക്ക് നിങ്ങൾക്ക് ചെറിയ ഇൻ്റർവെല്ലൊക്കെ എടുക്കണം. ഇൻ്റർവെൽ എടുത്തിട്ട് വേണം കണക്കുകൾ ചെയ്യാൻ. ദെൻ മനസ്സിലൊന്ന് ഉറപ്പിക്കണം, ഞാൻ ഇതിനകത്തുള്ള ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ടാണ് പരീക്ഷയ്ക്ക് പോകുള്ളൂ. ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റുകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കുകൾ റെഫർ ചെയ്യണം. ഇല്ലെങ്കിൽ മറ്റ് വീഡിയോ റെഫർ ചെയ്യാൻ പോകുമ്പോൾ സമയം പോകുമെന്നുള്ളതാണ് വേറൊരു കാര്യം. ദെൻ കുഴപ്പമില്ല, ശരിയായിട്ടുള്ളത് കിട്ടണമെങ്കിൽ നമുക്ക് വീഡിയോസ് റെഫർ ചെയ്യാം. ലീഡ്സ് അക്കാദമിയുടെ ചാനലിൽ വീഡിയോസുകളുണ്ട്. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ള നോട്ടുകളും അതേപോലെ തന്നെ ട്യൂഷൻ സെൻറ്റർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെയ്തിട്ടുള്ള നോട്ടുകളും റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു വയ്ക്കുക. അടുത്ത പാർട്ടുമായിട്ട്, തേർഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അന്നേരത്തേനും ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുക. നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലായിട്ട് പുറത്തുനിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടിയൊക്കെ എടുത്ത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.